ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പവർ മെഷീൻ ഉപയോഗിക്കുന്ന നമ്മുടെ മിക്ക കൂട്ടുകാർക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നം ചിലവർക്കൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ പുതിയ മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഉപകാരം കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് പവർ മെഷീനിൽ നൂല് ചുറ്റാതെ ബോബിൻ കേസ് ഇതേ ഇതുപോലെ മേൽഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കാനൊക്കെ ഒരുപാടുള്ള സമയത്തൊക്കെ ഇതുപോലെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റെക്കാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ചിലപ്പോൾ അറിയില്ല. ഇത് പിന്നെ എന്ത് ചെയ്താലും നൂല് ചുറ്റാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ. നമുക്കിത് കയ്യിലൊന്നും നൂല് ചുറ്റി എടുക്കാനും പവർ മെഷീനിൽ പറ്റില്ല. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ശരിയാക്കാമെന്നാണ് കേട്ടോ ഇനി കാണിച്ചു തരുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് 3 സ്ക്രൂ കാണും. ആ ഒരു സ്ക്രൂവിനെ നമുക്ക് ലൂസാക്കിയിട്ട് ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മെഷീനിലെ ഇതുപോലെയുള്ള ചെറിയ പണികളൊക്കെ വന്നു കഴിഞ്ഞാലേ മെഷീൻ നന്നാക്കണ ആളുകളെ തന്നെ വിളിച്ചിട്ട് നന്നാക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്കത് ഈസി ആയിട്ടത് ഇതേപോലെ ഊരി ആദ്യം തന്നെ ഒന്ന് നോക്കാം കേട്ടോ അവിടെ എന്താ പറ്റിയിട്ടുള്ളതെന്ന്. നമുക്ക് അറിയണതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ക്രൂ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളകി വരും കേട്ടോ. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഊരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള 2 സ്ക്രൂവും നമുക്ക് ഊരിയെടുക്കാം. ഈ ഒരു സ്ക്രൂ ഊരണ സമയത്ത് നമുക്കൊന്ന് ഫോട്ടോ എന്തെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. ആ ഒരു ഭാഗം എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഊരി കഴിഞ്ഞിട്ട് നമ്മളിത് മൊത്തമായി എടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് വെക്കുമ്പോൾ ആകെ ഡൗട്ട് വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീരെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അതിന് ശേഷം ഊരിയെടുക്കാം കേട്ടോ. മെഷീൻ്റെ 3 സ്ക്രൂവും ഊരിയതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് മേലോട്ട് പൊന്തിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ പൊന്തിച്ചെടുത്ത് കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ചെറിയൊരു വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വാഷ് പൊട്ടിപ്പോയിട്ടുള്ളതാണ്. അത് കാരണമാണ് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാൻ പറ്റാത്തത്. നമ്മുടെ ഇതിലത്തെ ആ ഒരു വാഷ് പൊട്ടിയിട്ട് ഈ ഒരു മെഷീൻ്റെ ഉൾഭാഗത്ത് വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള വാഷായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ട് ഇതേ പൊട്ടിയിട്ട് വീണ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് നിറയെ ഓയിലുണ്ടാവും കേട്ടോ. അപ്പോൾ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് കിട്ടണില്ല കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു നൂല് കട്ട് ചെയ്യുന്ന ആ ചെറിയ കത്രിക വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാം കേട്ടോ ഈ ഒരു വാഷ്. കൈ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. കയ്യിൽ ആ ഒരു ഓയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുക്കുന്നത് കാണിച്ചത്. ഈ ഒരു വാഷിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ വിട്ട് കഴിയുമ്പോഴാണ് കേട്ടോ ഇതിൽ നിന്നിട്ട് വേറിട്ടിട്ട് ഈ ഒരു മെഷീൻ്റെ ഉൾഭാഗത്തേക്ക് വീണു പോകുന്നത്. ചില വാഷ് നമുക്ക് പൊട്ടിയിട്ടായാലും അതിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തെറിച്ച് പോയിട്ടുണ്ടാവും. നമുക്കിനി ചെയ്യേണ്ടതേ ഈ ഒരു പൊട്ടിയ വാഷിനെ മാറ്റി വെച്ചിട്ട് പുതിയൊരു വാഷ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആ ഒരു വാഷ് മാറ്റിയാൽ തന്നെ ഈ ഒരു പ്രശ്നം മാറും കേട്ടോ. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഷ് ചോദിച്ചാൽ മതി കേട്ടോ. പവർ മെഷീൻ്റെ അതായത് നമ്മുടെ നൂലും ബാക്കിയുള്ള മെഷീൻ്റെ എല്ലാ ഐറ്റം എംബ്രോയ്ഡറിയും എല്ലാം ചെയ്യുന്ന ഐറ്റങ്ങളുള്ള എല്ലാ ഷോപ്പിലും ഇതുപോലത്തെ വാഷും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ മെഷീൻ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അപ്പോൾ ഞാനിത് ഇതേപോലെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പഴയ വാഷിനെ മാറ്റി വെച്ചിട്ട് പുതിയ വാഷ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിയ വാഷ് വെക്കുമ്പോൾ ഇതേപോലെ മേൽഭാഗത്ത് വെച്ചിട്ട് താഴോട്ടൊന്ന് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. പുതിയ വാഷിനെ നമ്മളിത് ഇതേപോലെ വെച്ച് കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കേ വേണ്ട കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് എങ്ങനെയാണോ ഇരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഊരി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യുന്നേക്കാൾ മുപ്പാട് തന്നെ ഈ ഒരു ഭാഗം ആദ്യത്തെ പോലെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ആ ഒരു സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കണം. പവർ മെഷീനിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ പുതിയ മെഷീനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ആ ഒരു സ്ക്രൂ ലൂസാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് എന്താണ് പറ്റിയെന്ന് നോക്കാം. വാഷിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഷ് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
3 സ്ക്രൂവും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ബോബിൻ കേസ് ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളിതേ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കട്ടെ കേട്ടോ ഇനി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ആ ഒരു വാഷ് മാറ്റിയപ്പോൾ. അപ്പോൾ വാഷിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു പണികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളത് ബോബിൻ ഇട്ടിട്ടും നമ്മളൊന്ന് ചുറ്റി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂലിട്ടിട്ടില്ല, നമ്മൾ വെറുതെ ഒന്ന് കറക്കാണ് കേട്ടോ മെഷീൻ ഓൺ ആക്കിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.